ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് തൃശ്ശൂരിലെ ചോച്ചേരിക്കുന്ന് കേരള പഴനി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് നമ്മുടെ വീഡിയോയിലുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു നോക്കുക. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ ബന്ധുക്കൾക്കും ഫ്രണ്ട്സിനും ഒക്കെ നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ സന്തോഷമായി. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ കാണാം. വീഡിയോയിൽ നല്ല അടിപൊളി കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇത് കേരള പഴനി എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ പഴനി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിനോട് ഏകദേശം സാമ്യമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം വരുമ്പോൾ തന്നെ താഴത്ത് തന്നെ ഒരു ഗണപതി ഉണ്ട്, അടിവാരം ഗണപതി ക്ഷേത്രം. അവിടെ പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മൾ മുകളിലോട്ട് കയറി പോകാനായിട്ട്. അപ്പോൾ പടിക്കെട്ടുകൾ കയറാനായിട്ട് വയ്യാത്തവർക്കാണെങ്കിൽ കുറച്ച് അപ്പുറത്തേക്ക് നീങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റോഡ് കാണും. അപ്പോൾ അതിലൂടെ നമുക്ക് കാറിൽ പോവാട്ടോ. അപ്പോൾ പോണ സമയത്ത് നമുക്ക് നല്ല കാഴ്ചകളാണ്. ഒരു കാട്ടിലൂടെയൊക്കെ പോണ ഫീലുണ്ട്. നമ്മൾ മല കയറി പോവുകയാണ്. അപ്പോൾ അവിടെ അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അവിടെ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട്. തൊട്ടടുത്ത് തന്നെ ഊട്ടുപുരയൊക്കെ കാണാം കേട്ടോ. നമ്മൾ കാർ പാർക്ക് ചെയ്തിട്ട് പിന്നെ നമ്മൾ അമ്പലത്തേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സ്റ്റെപ്പും കൂടി കയറിയിട്ട് വേണം നമ്മൾ അമ്പലത്തിലോട്ട് കയറി പോകാനായിട്ട്. ഒരു ആൽമരം കാണാം കേട്ടോ. നല്ല ഭംഗിയുള്ളത് കാണാനായിട്ട്. പിന്നെ അമ്പലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒക്കെ കഴിഞ്ഞ പോലെയുണ്ട്. പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഒരു തമിഴ് ശൈലിയിലുള്ള നിർമ്മാണമാണെന്ന് തോന്നുന്നു. അവിടെ ഒരുപാട് ഇങ്ങനെ കൊത്തുപണികളും ഒക്കെ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കാണാനായിട്ട് വളരെ ഭംഗിയായിരിക്കും. ഇതിൻ്റെ മുകളിലുള്ള കുറച്ച് ഭാഗം പെയിൻറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് മൂടിയിട്ടേക്കാണ്. പല കളറിലും ഒക്കെ ആയിട്ടുള്ള പെയിൻറ്റൊക്കെ കാണാനുണ്ട്. അപ്പോൾ അതൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അപ്പോൾ ഞങ്ങൾ ഉള്ളിലൊക്കെ കടന്നു പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഉള്ളിലത്തെ വീഡിയോ ഒന്നും നമ്മൾ എടുത്തിട്ടില്ല. അങ്ങനെ പുറത്ത് വന്നതിന് ശേഷം നമ്മൾ അമ്പലമൊക്കെ ഒന്ന് ചുറ്റിട്ടിട്ട് പ്രാർത്ഥിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് നടക്കണം കേട്ടോ. അപ്പോൾ അമ്പലത്തിൻ്റെ പുറത്തായിട്ട് ഒരു സൈഡിലായിട്ട് നമ്മുടെ നാഗക്കാവുണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നാഗയക്ഷി നാഗരാജാവൊക്കെ ഉണ്ട്. അപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ ഭഗവതി, ശിവൻ, ഗണപതി, ശ്രീരാമൻ എന്ന ഉപദേവതകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് അധികം ആരും ഉണ്ടായിരുന്നില്ല. കാരണം ഒരു 9 മണിക്ക് മുൻപായിട്ട് ഞങ്ങളവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. എല്ലാവരും പടി കയറിയിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് അമ്പലമൊക്കെ ഒന്ന് ചുറ്റിട്ടിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. നല്ല അടിപൊളി കാഴ്ചകളാണ് കേട്ടോ. തൃശ്ശൂരിൻ്റെ ഒരു 30% നമുക്കിവിടെ നിന്ന് കാണാം എന്നാണ്. അപ്പോൾ ക്ഷേത്രത്തിന് തൊട്ടടുത്ത് തന്നെ വഴിപാട് കൗണ്ടറും അതുപോലെ തന്നെ ക്ഷേത്രം കമ്മിറ്റി ഓഫീസും ഒക്കെ ഉണ്ട്. പിന്നെ തലമുണ്ടനം ചെയ്യാനുള്ള ഒരു പ്രത്യേക ഒരു സ്ഥലം ഇതിന് മുകളിൽ തന്നെ ഉണ്ട്. പിന്നെ അന്നദാനം ഡെയിലി ഉണ്ട് എന്നാണ്
അറിഞ്ഞത്. പിന്നെ ഞങ്ങളോട് ഭക്ഷണം കഴിച്ചോളാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഒരു ചേട്ടൻ പൂജ കഴിഞ്ഞിട്ടാണ് ഭക്ഷണം കൊടുക്കുക. അപ്പോൾ ഞങ്ങൾക്ക് സമയമില്ലാത്ത കാരണം നമ്മൾ അത് ഭക്ഷണം കഴിക്കാനൊന്നും നിന്നില്ല കേട്ടോ. അപ്പോൾ അതാ ഒരുപാട് പേര് ഒരു പടിയൊക്കെ കയറി വരുന്നുണ്ട്. അപ്പോൾ പടിയൊക്കെ കയറി വയ്യാതെ ആവുന്ന സമയത്ത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് അവിടെ ബെഞ്ച് പോലെയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ പിടിച്ച് കയറാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റീലിൻ്റെ ഒരു സംഭവമൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ബാത്റൂം സൗകര്യമൊക്കെ ഉണ്ട്, നല്ല നീറ്റാണ്. ബാത്റൂമിലൊക്കെ പോകേണ്ടവർക്ക് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മുകളിൽ ഉള്ളത്. ശരിക്കും പടി കയറി വരണം. അവിടെ റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് നടന്നിട്ട് റെസ്റ്റ് ചെയ്യാം. അവർ അച്ഛമ്മമാരൊക്കെ വന്നിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ എളുപ്പം പണി നോക്കി ആ ഒരു വഴി കൂടെ കാറിൽ വന്നു പടി കയറിയിട്ട് വരണം വരാൻ. അപ്പോൾ കണ്ട അമ്മയ്ക്ക് ഇപ്പം തന്നെ വയ്യ വരാൻ. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളി കാഴ്ചകളാണ് ഇവിടെ കാണാനായിട്ട് ഉള്ളത്. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ അവിടെയൊക്കെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നാമത്തിൻ്റെ ബുക്കൊക്കെ അവിടുന്ന് വാങ്ങിച്ചു. 50 രൂപയായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിൽ അവിടേക്ക് വരേണ്ട കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ച് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.